ഹലോ നമസ്തേ, കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് HSSTയുടെ കുറച്ച് ചോദ്യങ്ങളായിട്ട് നമുക്ക് പരിചയപ്പെടാം. മസ്ദൂർ കുവാം ഗോദ് രഹേ ദേ കിസ് ഭൂതകാൽ കാ പ്രയോഗ് ഹേ? കുവാം ഗോദ് രഹേ ദേ, മസ്ദൂർ തൊഴിലാളികൾ. കുവാം ഗോദ് രഹേ ദേ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ എ പൂർണ്ണ ഭൂതകാൽ, ബി അപൂർണ ഭൂതകാൽ, സി സന്ദിഗ്ധ ഭൂതകാൽ, ഡി സാമാന്യ ഭൂതകാൽ. അല്ലേ? ഏതാണ് അതിൻ്റെ ആൻസർ? നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും ആൻസർ അല്ലേ? യെസ്, ഏതായിരിക്കാം അതിൻ്റെ ആൻസർ? അപൂർണ ഭൂതകാൽ. അപൂർണ ഭൂതകാൽ. എന്തുകൊണ്ട് അപൂർണ ഭൂതകാലം വന്നിരിക്കുന്നു? ദാ ഇവിടെ രഹേദേ വന്നിട്ടുണ്ട്. അപ്പോൾ രഹ് വരുമ്പോൾ നമുക്ക് സംശയം വരാം അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് താൽക്കാലിക അപൂർണ ഭൂതകാലാണ്. അപൂർണ ഭൂതകാലത്തിൻ്റെ മറ്റൊരു പിരിവാണ്. പൂർണ്ണ ഭൂതകാലാണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ദാ ദേ ദേ ഉണ്ടാവും അല്ലേ? യെസ്, ധീം ഉണ്ടാവും. അപ്പോൾ അത് ഇവിടെ വന്നിട്ടുണ്ട്, ദേ വന്നിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇവിടെ രഹേ വന്നിട്ടുണ്ട്. രഹാ രഹേ രഹി വരുമ്പോഴത് അപൂർണ ഭൂതത്തിലേക്ക് വരും. പിന്നെ രഹാ രഹേ രഹി വരുന്നത് എവിടെയാ? സാമാന്യ വർത്തമാന അല്ല, താൽക്കാലിക വർത്തമാനകാലത്തിലെ രണ്ടാമത്തെ പിരിവിലേക്കാണ് വരുന്നത്. താൽക്കാലിക വർത്തമാനകാലത്തിലാണ് രഹാ രഹേ രഹി വരുന്നത്. അപൂർണ ഭൂതകാൽ. സന്ദിഗ്ധത്തിലാണെങ്കിൽ എന്ത് വരും? നമുക്കറിയാലോ, സന്ദിഗ്ധത്തിലാണെങ്കിൽ എന്താ വരിക അല്ലേ? ഹോഗ, ഹോഗെ, ഹോങ്കെ അല്ലേ? അങ്ങനെയല്ലേ വരിക സന്ദിഗ്ധം. സാമാന്യ ഭൂതകാലത്തിൽ ആ എ ഇ ഈ, അതും നമുക്കറിയാം അല്ലേ? യെസ്. അപ്പോൾ മസ്ദൂർ കുവാം ഗോദ് രഹേദേ എന്ന് പറയുന്നത് അപൂർണ ഭൂതകാലമാണ്. മാതൃഭാഷാ ശിക്ഷൺ ഇസ്ലിയെ സരൂരി ഹേ? മാതൃഭാഷ എന്തിന് പഠിക്കണം എന്നാണ് ചോദ്യം. എന്താ മാതൃഭാഷ പഠിക്കേണ്ട ആവശ്യം? മാതൃഭാഷ മേ വിചാരാഭിവ്യക്തി सरल होती है. विचाराभिव्यक्ति सरल होती है. മാതൃഭാഷ മേ ഭാവോം കോ സമജ്നെ മേ സരളത ഹോത്തി ഹെ? മാതൃഭാഷയിലാണെങ്കിൽ ഭാവങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും, സരളതാണ്, എളുപ്പമാണ്. അന്യഭാഷാവോം കെ പ്രതി പ്രേം കാ വികാസ് ഹോത്താ ഹെ? മറ്റ് ഭാഷകളിലേക്ക് നമുക്കൊരു സ്നേഹത്തിൻ്റെ ലാഞ്ചന ഉണ്ടാവും, ഒരു ചായ്വ്. മീൻസ് നമ്മുടെ മാതൃഭാഷ ഇങ്ങനെയാണെങ്കിൽ അവരുടെ അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ചിന്താഗതി. ഉപയുക്ത സഭി, മുകളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാമാണ്. ഒരു മാതൃഭാഷ ശിക്ഷൺ ഇസ്ലിയെ സരൂരി ഹേ? എന്തുകൊണ്ടാണ് ഒരു മാതൃഭാഷാ പഠനം ഇങ്ങനെ അതിന് ആവശ്യമുണ്ടെന്ന് പറയാൻ കാരണം എന്താണ്? ഉപയുക്ത സഭി, മുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഒരു മാതൃഭാഷാ പഠനത്തിന് ആവശ്യമാണ്. സർവഭാഷ വ്യാകരൺ കാ സിദ്ധാന്ത് കിസ്നെ പേഷ് കിയ? സർവഭാഷാ വ്യാകരൺ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ആരാണ് അവതരിപ്പിച്ചത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? എ നോം ചോംസ്കി, ബി പാണിനി, സി ആചാര്യ രാമചന്ദ്ര ശുക്ല, ഡി ബോലാനാഥ് തിവാരി. ആരാണ് സർവഭാഷാ വ്യാകരൺ എന്ന് പറയുന്ന സിദ്ധാന്തം അവതരിപ്പിച്ച ആളാരാണ്? നോക്കാം നമുക്ക്. എ നോം ചോംസ്കി. ഏക് സമീൻ അപ്പനി കിസ്കാ ഉപന്യാസ്? ഏക് സമീൻ അപ്പനി ആരുടെ ഉപന്യാസമാണ്? എ മധു കാങ്കരിയ, ബി അനാമിക, സി ചിത്ര മുദ്ഗൽ, ഡി കൃഷ്ണ സോബതി. ഏക് സമീൻ അപ്പനി ആരുടേതാണ്? ഓപ്ഷൻ സി ചിത്ര മുദ്ഗൽ. മിട്ടി മേ മിലാദി യഹാം ഇസ് പ്രയോഗ കാ അർത്ഥ ക്യാ ഹെ? മിട്ടി മേ മിലാദി, മണ്ണിലിട്ടു അല്ലേ? മണ്ണിൽ നശിപ്പിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുക. എ ഖാനെ കി ചീസ് മിട്ടി മേ ഡാൽന, പക്വാൻ മിട്ടി മേ ഫേങ്കന, സി ഗുസ്സാ കം ഹോന, ഡി സാരാ പരിശ്രം ബേക്കാർ ഹോന. ഏതാണ് മിട്ടി മേ മിലാദി കറക്റ്റ് അർത്ഥം? ഓപ്ഷൻ ഡി സാരാ പരിശ്രം ബേക്കാർ ഹോന. നമ്മൾ പറയാറില്ലേ, നീ എൻ്റെ പരിശ്രമം മുഴുവൻ നശിപ്പിച്ചു അല്ലേ? എല്ലാ പരിശ്രമത്തിലും മുഴുവൻ വെള്ളം വീണു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓഫ്, എല്ലാം ഫ്ലോപ്പായി പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത്രയും ചെയ്തിട്ടൊന്നും നടന്നില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രയോഗിക്കുന്ന ശൈലിയാണിത്, മിട്ടി മേ മിലാദി. ലഞ്ച് കിസ്കി വ്യംഗ്യരചന ഹെ? ലഞ്ച് ആരുടെ വ്യംഗ്യരചനയാണ്? എ രാജീവ് ഗർഗ്, ബി ഹരിശങ്കർ പർസായി, ഡി ശരത് ജോഷി, ഡി നാഗാർജുൻ. ലഞ്ച് ആരുടേതാണ്? ഓപ്ഷൻ സി शरद जोशी. दिनकर के किस कृति में कर्ण के चरित्र को आधुनिक मानववाद के परिप्रेक्ष्य में उद्घाटित करने का പ്രയാസ് കിയാ ഹെ? ദിൻകറിൻ്റെ ഏത് കൃതിയിലാണ് കർണൻ്റെ സ്വഭാവം, അതിനെ ആധുനിക മാനവവാദ ആ സ്വഭാവവുമായിട്ട്, ഇന്നത്തെ മനുഷ്യൻ ആ സ്വഭാവവുമായിട്ട് കണക്ട് ചെയ്ത് ഏതിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്?
കുരുക്ഷേത്ര, രശ്മിരഥി, ഉർവശി, രേണുക, അങ്ങനെ 4 തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ കുരുക്ഷേത്ര, ബി രശ്മിരഥി, സി ഉർവശി, ഡി രേണുക. എല്ലാം ദിൻകറിൻ്റെതാണ് തന്നെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഇതെല്ലാം ദിൻകറിൻ്റെ കൃതികൾ തന്നെയാണ് കേട്ടോ, അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോ. യെസ്. അപ്പോൾ കർണനെ കുറിച്ച് ഇന്നത്തെ മനുഷ്യനുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൃതി അദ്ദേഹത്തിൻ്റെ ഏതാണ് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ബി രശ്മിരഥി. ഓപ്ഷൻ ബി രശ്മിരഥി. ഭാഷാർജൻ കാ ഉദ്ദേശ്. ഭാഷാർജൻ കാ ഉദ്ദേശം എന്താണ്? ഭാഷാർജിക്കുക, അതിൻ്റെ ഉദ്ദേശം എന്താണ്? എ വാർത്താലാപ്, ബി വിചാരവിനിമയ്, സി സമാചാർ പത്രവാചൻ, ഡി പത്രലേഖൻ. ഭാഷ നേടുക, അതിൻ്റെ ലക്ഷ്യം എന്താണ്? ഉദ്ദേശം എന്താണ്? വിചാരവിനിമയം അല്ലേ, ആശയവിനിമയം ചെയ്യുക. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മാത്രമാണ് അതിലൂടെ ഒരു എന്താ പറയുക, ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ എൻ്റെ ഭാവങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുക. ഭാഷ അറിയണ്ടേ, അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇല്ല. യെസ്. അതിൻ്റെ ഫസ്റ്റ് പരിപാടി എന്താ? വിചാരവിനിമയം, ആശയങ്ങളെ വിനിമയം ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗീവ് ആൻഡ് ടേക്ക് പ്രോസസ്. ഓക്കെ. ഡിപ്പാർട്ട്മെന്റ് के लिए हिंदी पारिभाषिक शब्द क्या है? ഡിപ്പാർട്ട്മെന്റിന് ഹിന്ദി പാരിഭാഷിക് ശബ്ദം ഏതാണ്? എ അനുഭാഗ്, ബി വിഭാഗ്, സി കാര്യാലയ്, ഡി മന്ത്രാലയ്. ഏതാണ്? സിമ്പിൾ അല്ലേ, നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ? നല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളല്ലേ എല്ലാവരും, അറിയാൻ പറ്റും. ഏതാ? ഓപ്ഷൻ ബി വിഭാഗ്. ഭൂരി ഭൂരി ഘാക് ധൂൾ കിസ്കാ കാവ്യസംഗ്രഹ ഹെ? ഭൂരി ഭൂരി ഘാക് ധൂൾ ആരുടെ കാവ്യസംഗ്രഹമാണ്? എ കേദാർനാഥ് അഗ്രവാൾ, ബി ഭവാനി പ്രസാദ് മിശ്ര, സി ഷംഷേർ ബഹാദൂർ സിംഗ്, ഡി ഗജാനൻ മാധവ് മുക്തിബോധ്. ആരുടേതാണ്? മുക്തിബോധിൻ്റെ ആണോ, ഷംഷേറിൻ്റെ ആണോ, ഭവാനി പ്രസാദിൻ്റെ ആണോ, കേദാർനാഥിൻ്റെതാണോ? ഭൂരി ഭൂരി ഘാക് ധൂൾ. വെറൈറ്റി പേരല്ലേ? ഇങ്ങനെയുള്ള പേരുകളൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കണം കേട്ടോ. ഓക്കെ, നോക്കാം നമുക്ക് ആരുടേതാണെന്ന്. ഗജാനൻ മാധവ് മുക്തിബോധ്. പേര് നമുക്ക് പരിചയം ഉണ്ടാവും മുക്തിബോധിൻ്റെ. ഗർ നിക്കാസി കിസ്കാ കവിതാ സംഗ്രഹ ഹെ? ഗർ നിക്കാസി ആരുടെ കവിതാ സംഗ്രഹമാണ്? എ ഹരിശ്ചന്ദ്ര പാണ്ഡെ, ബി ലീലാധർ ജഗൂഡി, സി നീലേഷ് രഘുവംശി, ഡി ഉദയപ്രകാശ്. ഓക്കെ, ആരുടേതാന്ന് നോക്കാം നമുക്ക്. ഗർ നിക്കാസി ആരുടേതാണ്? യെസ്, ഓപ്ഷൻ സി നീലേഷ് രഘുവംശി. അജ്ഞേയ് ദ്വാര രചിത് നാടക കോൺസാ ഹെ? അജ്ഞേയ് ദ്വാര രചിത് നാടകോ? അദ്ദേഹം നാടകം എഴുതിയിട്ടുണ്ടോ? ഇല്ലേ? ആ, അപ്പോൾ അതെന്തായാലും ഓർത്തിരിക്കണം. എ സദാനീര, ബി വിപദക, സി ത്രിശങ്കു, ഡി ഉത്തർ പ്രിയദർശി. ഏതാണ്? സദാനീര, വിപദക, ത്രിശങ്കു, ഉത്തർ പ്രിയദർശി. ഏതാണ് അജ്ഞേയ് എഴുതിയ നാടകം? നോക്കാം നമുക്ക്. ഓപ്ഷൻ ഡി ഉത്തർ പ്രിയദർശി. यह बिल्ली चूहे की तलाश में है, इसमें यह शब्द किसका उदाहरण है? यह शब्द किसका उदाहरण है? यह बिल्ली चूहे की तलाश में है. ई पूछा यह शब्द किसका उदाहरण है? ए सर्वनाम, सर्वनामिक विशेषण, सी परिमाणवाचक विशेषण, ഡി സംഖ്യാവാചക വിശേഷൻ. ഏതാണ്? ഏത് വിശേഷനാണിത്? എസ് ബി സർവനാമിക വിശേഷൻ. സർവനാമ വിശേഷമായി ഈ പൂച്ച എന്നെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അവിടെ സർവനാമ വിശേഷമായി വന്നിരിക്കുന്നത്. നമുക്കറിയാം സർവനാമം എത്ര എണ്ണമുണ്ട്? 12 എണ്ണം ഉണ്ട് അല്ലേ? സർവനാം മേം അല്ലേ, ഞാൻ. അടുത്ത ആരായിരിക്കും? ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആരായിരിക്കും? തു, നീ അല്ലേ, തും നിങ്ങൾ, ഞാനും നീയും നിങ്ങളും ചേർന്ന് ഹം നമ്മളായി മാറുമ്പോൾ ആപ് അവിടെ താങ്കൾ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വരുന്നു. അങ്ങനെ വരുമ്പോഴേക്കും എന്ത് വരും? അവൻ, അവൾ, അത്, ആ, വോ, ഇവൻ, ഇവൾ, ഇത്, ഈ, യഹ് അല്ലേ, യേ ഇവ, ഇവർ, ഇദ്ദേഹം, വേ അവ, അവരദ്ദേഹം, ജോ ആരാണോ, ഏതാണോ, എന്താണോ അല്ലേ, യാതൊരുവൻ, യാതൊരുവൾ. ദെൻ ആര് വരുന്നു? ജോ വന്ന് പോയി കഴിയുമ്പോൾ കോൻ ആര്, ഏത്, കോയി ആരും ഏതും, കോനും കോയും ജോയും അല്ലേ, അതെല്ലാം എന്താ പറയണേ, സിംഗുലറും പ്ലൂരലും ആയിട്ട് വരും. ഓക്കെ, അങ്ങനെ 12 സർവനാമങ്ങൾ നമുക്ക് അറിയാവുന്നതുണ്ട്. അപ്പം ഇവിടെ വന്നിരിക്കുന്ന ഈ പൂച്ച എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് സാർവനാമിക് വിശേഷണമായിട്ട് അത് മാറിയിരിക്കുന്നത്. പരിമാണം നമുക്കറിയാലോ അല്ലേ? പരിമാണം എന്ന് പറയുമ്പോൾ അതിനകത്ത് അളവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്പറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഹിന്ദിക്ക് തത്സമ ശബ്ദ വേഹേ ജോ? ഹിന്ദിയിലെ തത്സമ ശബ്ദങ്ങൾ ഏതാണ്? തത്സമ ശബ്ദം
സ്ഥാനീയ ബോലി മേം ലിയ ഗയെ ഹെ. ഓപ്ഷൻ എ പറയുന്നു സ്ഥാനീയ ബോലി, ലോക്കൽ ഭാഷകളിൽ അതിനകത്ത് എടുത്തിരിക്കുന്നത്. സംസ്കൃത സെ ജോങ്കേത്യോം ലിയ ഗയെ ഹെ, ലോക്കൽ ഭാഷയിൽ നിന്ന് എടുത്തത്, സ്ഥാനീയ ബോലികളിൽ നിന്ന് എടുത്തത്, അല്ലെങ്കിൽ സംസ്കൃത ഭാഷയിൽ നിന്ന് എങ്ങനെയാണോ അങ്ങനെ തന്നെ രൂപപരിവർത്തനമൊന്നും ഇല്ലാണ്ട് എടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. संस्कृत से प्राकृत अपभ्रंश के रूप में बदलते हुए हिंदी में आए हैं. സംസ്കൃതത്തിൽ നിന്ന് പ്രാകൃത അപഭ്രംശ രൂപത്തിൽ മാറ്റം ചെയ്യപ്പെട്ടുകൊണ്ട് ഹിന്ദിയിലേക്ക് വന്നിരിക്കുന്നു. ദെൻ ഡി തുർക്കി ഭാഷാസെ ആയേ ഹേ, തുർക്കിയിൽ നിന്ന് വന്നത്. എല്ലാ ഭാഷകളിൽ നിന്നും ഹിന്ദിയിലേക്ക് ശബ്ദങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. ഇതേതാണ് തത്സമ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? സംസ്കൃതത്തിൽ നിന്ന് യാതൊരു വ്യത്യാസങ്ങൾ ഇല്ലാണ്ട് അങ്ങനെ തന്നെ എടുത്തു വച്ച ശബ്ദങ്ങൾ, അതാണ് തത്സമ ശബ്ദങ്ങൾ. ഓക്കെ, സംസ്കൃതത്തിൽ നിന്ന് അതുപോലെ തന്നെ എടുത്തത്. ജിൻ ശബ്ദോं में प्रयोग के अनुसार कोई परिवर्तन नहीं होता है उन्हें कहा जाता है. ഏത് ശബ്ദങ്ങളിലാണോ പ്രയോഗിക്കുമ്പോൾ പ്രയോഗത്തിനനുസരിച്ച് പരിവർത്തനം വരാത്തത്, മാറ്റം വരാത്തത്, അവയെ എന്തു പറയുന്നു? പദ്. ബി വികാരി ശബ്ദ, സി അവികാരി ശബ്ദ, ഡി പദബദ്ധ. ഏതാ പറയാ? മാറ്റം വരാത്ത ശബ്ദങ്ങൾ എന്തു പറയുന്നു? അവികാരി ശബ്ദ. അവികാരി ശബ്ദങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കും, മാറ്റം വരില്ല. വികാരി ശബ്ദങ്ങൾക്ക് വ്യത്യാസം വരും നമ്മൾ ഓരോ സെന്റൻസ് പ്രയോഗിക്കുന്നതിനനുസരിച്ച്. ഓക്കെ, പ്രേമ സബീക്കോ ഏക് സൂത്രമേ ബാന്ധത്താ ഹെ. സ്നേഹം എല്ലാവരെയും ഒരു ചരടിൽ കെട്ടുന്നു. പ്രേം ശബ്ദ കിസ് സജ്ഞ കാ ഉദാഹരണ ഹെ. പ്രേം എന്ന് പറയുന്ന ആ ശബ്ദം ഏത് സജ്ഞയ്ക്ക് ഉദാഹരണമാണ്? ജാതിവാചക സജ്ഞ, ബി ഭാവവാചക സജ്ഞ, സി ദ്രവ്യവാചക സജ്ഞ, ഡി സമുദായവാചക സജ്ഞ. ഏത് സജ്ഞയാണ് വരിക? യെസ്, ഭാവവാചക സജ്ഞ അല്ലേ. നമുക്കറിയാം ഭാവവാചകത്തിൽ ഒരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ അല്ലെങ്കിൽ സാധനത്തിൻ്റെ എന്തിൻ്റെയാണോ അല്ലേ അതിൻ്റെ നന്മ, തിന്മ, ഗുണം, ദോഷം, എരിവ്, കയ്പ്, പുളി, മധുരം, രുചി, അതിൻ്റെ അവസ്ഥകളെല്ലാം കംപ്ലീറ്റ് വരുന്നത് എവിടെയാണ്? ഭാവവാചക സംജ്ഞയിലാണ്. അപ്പോൾ കുറേയേറെ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ കടന്നിങ്ങനെ പോരുമായിരുന്നു അല്ലേ. യെസ്, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ HSST ലക്ഷ്യം വെച്ച് പഠിച്ചു തുടങ്ങണം. നമ്മുടെ ഇവിടെ ബാച്ച് ആരംഭിച്ചു കഴിഞ്ഞു. CCയിൽ ചേർന്ന് പഠിക്കുക. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, എന്താ പറയുക, PDF നോട്ടുകൾ, ഇനി പഠിച്ചു പോയ റാങ്ക് ഹോൾഡേഴ്സിൻ്റെയൊക്കെ നോട്ടുകൾ, അല്ലാണ്ടുള്ള മെൻറ്റർഷിപ്പ് സ്പെഷ്യൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അറ്റൻഷൻ വേണോ അതിന് ഒക്കത്തിനും ഇവിടെ ആളുണ്ട്. നമ്മൾ സിലബസിലൂടെയാണ് പഠിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങൾ HSST നേടൂ. CCയുടെ ഒപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പഠിച്ചതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.